2026 ഉയർന്ന ഒരു സ്കോറും റാങ്കും എല്ലാം കരസ്ഥമാക്കുക എന്ന വലിയ സ്വപ്നവുമായി നിരവധി വിദ്യാർത്ഥികളാണ് ബ്രില്യന്റിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 41 വർഷങ്ങളായി വിദ്യാർത്ഥികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ ഇതാ അതേ ആത്മാർത്ഥതയോടെയും സമർപ്പണത്തോടെയും ഏറ്റവും പുതിയ ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കുന്നു. യെസ്, ദ ബിഗിനിങ് ഓഫ് എ ന്യൂ അക്കാഡമിക് ഇയർ. കുട്ടികളെ ഈ പ്ലേസ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ബ്രില്യന്റ്. അത് ഞാൻ അങ്ങേയറ്റം അതിനകത്ത് എൻ്റെ മോളിപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആയാലും ഞാൻ അഭിമാനിക്കുന്നു എന്ന് തന്നെ പറയാം. അതിനകത്ത് യാതൊരു കളവും ഉള്ള കാര്യമല്ല. നമുക്കൊരു എയിം ഉണ്ടല്ലോ, എവിടെ ചേർക്കണം. ഇപ്പോൾ 10 കഴിഞ്ഞ് 12 കഴിഞ്ഞു, അവനെ എവിടെ ചേർക്കണം എന്നുള്ളൊരു എയിം നമ്മുടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രില്യന്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ് ആദ്യം തന്നെ വന്നത്. നമുക്ക് വളരെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഹോസ്റ്റൽ കിട്ടിയത്. ഈ ഹോസ്റ്റൽ സ്കോളർഷിപ്പ് ഉള്ളതുകൊണ്ട് നല്ലൊരു എമൗണ്ട് സ്കോളർഷിപ്പായി കിട്ടി. അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പൊതുവേ ഒരു സന്തോഷം തോന്നി. ഞങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്ത് കുട്ടികളാണ് ഇവിടെ വന്നപ്പോൾ. ഇന്ന് തന്നെ എന്ത് ഇത്രയും റഷ് ഉണ്ടായിരുന്നപ്പോൾ എന്തോ കുട്ടികളുണ്ടായിരിക്കും എന്നൊരു ഇവിടെ ചേർക്കാനായിട്ട് തന്നെ. ബ്രില്യന്റ് ആണ്. എനിക്ക് ഒരു റിപ്പീറ്റ് അല്ലെങ്കിൽ ഒരു എൻട്രൻസ് കോച്ചിങ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ആദ്യം വരുന്നത് ബ്രില്യന്റ് തന്നെയാണ്. വേറെ ഒരുപാട് കോച്ചിങ് സെന്ററുകൾ ഉണ്ടല്ലോ ഇപ്പോഴും, നമ്മൾ അത് സജസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ മക്കൾക്ക് കിട്ടിയത്. ഒരുപാട് വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അതെ. എനിക്ക് രണ്ടുപേരും ഡോക്ടറാക്കാൻ പറ്റിയത് ബ്രില്യന്റ് എന്നുള്ള ഒരു നല്ലൊരു സപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ്. ഇത് തീർച്ചയായിട്ടും 2016 എൻ്റെ മകൻ ബ്രില്യന്റിന്റെ കോച്ചിങ് അറ്റൻഡ് ചെയ്ത് ഇപ്പൊ അവൻ മെഡിസിൻ കഴിഞ്ഞ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. എവിടെയാണ് സാർ? എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പൊ അന്നു മുതൽ ഞങ്ങൾക്ക് ഈ സ്ഥാപനവുമായിട്ട് ബന്ധമുണ്ട്. അവരുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കമുണ്ട്. ഒപ്പം മാതാപിതാക്കളുടെ മുഖത്ത് അഭിമാനവും ആശ്വാസവും. ഒരു പുതിയ അധ്യായം കുറിക്കുന്നതിന്റെ ആകാംക്ഷയും ആവേശവുമാണ് ബ്രില്യന്റിന്റെ ക്യാമ്പസിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. 2026 നീറ്റ് എക്സാം എഴുതുന്നതിന് വേണ്ടി ആദ്യത്തെ ഫേസ് ക്ലാസ്സുകൾ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഫേസിൽ ഞങ്ങളെ വിശ്വസിച്ച് ധാരാളം കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അവരുടെ മാതാപിതാക്കൾ ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. ഈ വിശ്വാസം കാത്തു സംരക്ഷിച്ചുകൊണ്ട് അവരാഗ്രഹിക്കുന്ന രീതിയിൽ, കുട്ടികളും മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ 2026 നീറ്റ് എക്സാമിൽ ഞങ്ങൾ എത്തിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പ് നൽകുകയാണ്. എന്ത് കാര്യത്തിനും അവരുടെ ഏത് പ്രശ്നങ്ങൾക്കും അഡ്മിഷൻ കിട്ടുന്നത് വരെയും അവരോടൊപ്പം ഞങ്ങൾ എന്നും ഉണ്ടാവും എന്നുള്ള ഉറപ്പും ഇതോടൊപ്പം നൽകുകയാണ്. വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എന്നും ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പ്രതിജ്ഞാബദ്ധമായിരുന്നു. ഓരോ വിദ്യാർത്ഥികൾക്കും പ്രത്യേക ശ്രദ്ധ നൽകി അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ വിജയത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ബ്രില്യന്റിന്റെ ലക്ഷ്യം. നീറ്റ് 2026 എന്ന ഈ യാത്രയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും പൂർണ്ണമായ പിന്തുണ നൽകി ബ്രില്യന്റ് അവരോടൊപ്പം നിൽക്കും. ഈ യാത്ര വിജയകരമാകുമെന്ന് ഓരോ വിദ്യാർത്ഥിക്കും ഉറപ്പ് നൽകിക്കൊണ്ട് പുതിയൊരു അധ്യയന വർഷത്തിന് ഇവിടെ തുടക്കമാകുന്നു. ബ്രില്യന്റ് ഒപ്പമുണ്ട്. ബ്രില്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അവരുടെ നീറ്റ് സ്വപ്നവുമായിട്ട് ബ്രില്യന്റിൽ എത്തുന്നത്. അപ്പോൾ ഒരു വർഷത്തെ കോച്ചിങ്ങിന് ശേഷം അവർ ഈ കോഴ്സിൻ്റെ എക്സാമിനായിട്ട് മെയ് മാസം പോകുമ്പോൾ പിന്നീടുള്ള ഒരു മാസക്കാലം ബ്രില്യന്റിലെ അധ്യാപകരെയും അല്ലെങ്കിൽ ബ്രില്യന്റ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പസിൽ ഒരു ശൂന്യതയാണ്. ഒരു മാസക്കാലം കുട്ടികൾ ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി പുതിയ വർഷത്തിലേക്ക് അധ്യയന വർഷം ആരംഭിക്കുന്നതോടെ വിദ്യാർത്ഥികളെല്ലാം ബ്രില്യന്റിലേക്ക് വരുന്ന കാഴ്ചയാണ് എല്ലാ വർഷങ്ങളും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നലെ ഈ ഇന്ന് ക്യാമ്പസ് നിറഞ്ഞ് ആളുകൾ ക്ലാസ്സിലും വരാന്തകളിലും എല്ലാം തിങ്ങി നിറയുമ്പോൾ ബ്രില്യന്റിന് ആത്മാവ് വീണ്ടെടുത്ത ഒരു അവസ്ഥയിലാണ്. അത്ര സന്തോഷത്തിലാണ് ബ്രില്യന്റ് എൻ്റെയർ ഫാമിലി. അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെയർ ഫാമിലി അവരെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ കുട്ടികളുടെ അവരുടെ ഉന്നത വിജയത്തിനായി നീറ്റ് 2026 ഏറ്റവും നല്ല വിജയം നേടി അവർക്ക് ഈ വർഷമുള്ള വിജയത്തെ കഴിഞ്ഞും അതിന് മുകളിൽ വിജയം നേടാൻ വേണ്ടി ബ്രില്യന്റിന്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും പ്രതിജ്ഞാബദ്ധരാണ്. അതോടൊപ്പം ഞാനും പങ്കുചേരുകയാണ്. 2026 ഞാൻ ഏത് കോഴ്സ് പഠിക്കണം, അത് ഏത് കോളേജിൽ പഠിക്കണം, അത് എയിംസ് വേണോ, ജിപ്പർ വേണോ, അതോ AFMC ആണോ എന്ന് തീരുമാനിച്ചുറച്ചാണ് നമ്മുടെ ഓരോ വിദ്യാർത്ഥിയും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവർക്ക് എല്ലാവിധ സപ്പോർട്ടുമായി അവരുടെ പേരൻസ്, എല്ലാവിധ സജ്ജീകരണങ്ങളുമായി ബ്രില്യന്റ് ടീച്ചേഴ്സ്. ഇങ്ങനെ പേരൻസും കുട്ടികളും ടീച്ചേഴ്സും ഉൾപ്പെടുന്ന നമ്മുടെ ബ്രില്യന്റ് ഫാമിലി ഇന്ന് പുതുതായി വരുന്ന നമ്മുടെ കുട്ടികളെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ബ്രില്യന്റ് ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവർക്ക് എല്ലാ സജ്ജീകരണങ്ങളും അക്കാദമിക്കായ കാര്യങ്ങളിൽ
സ്റ്റഡി മെറ്റീരിയൽ, ഇ ലേണിംഗ് ആപ്പ്, ടാബ്, ഹോസ്റ്റൽ ഫെസിലിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ ഏറ്റവും ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മൾ ക്രമീകരിച്ചിരിക്കുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ സംവിധാനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് 2026 നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് വാങ്ങിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന മാതാപിതാക്കൾക്ക് ബ്രില്യന്റ് നൽകുന്നത് വലിയ ആശ്വാസമാണ്. ക്യാമ്പസ് സന്ദർശിച്ച പലരും ബ്രില്യന്റിന്റെ ചിട്ടയായ പഠന രീതിയെയും അച്ചടക്കത്തെയും കുറിച്ച് വാചാലരായി. എൻ്റെ പേര് സുഗതരാജൻ. എൻ്റെ ജോലി ബിസിനസ്സാണ്. എനിക്കൊരു മകളാണുള്ളത്. അപ്പം ഞാൻ പല പത്രമാധ്യമങ്ങളിൽ കൂടെയും നവമാധ്യമങ്ങളിൽ കൂടെയും ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് കേട്ടറിയുകയും അങ്ങനെ എൻ്റെ മോള് ഇത് ആയി വരുമ്പോൾ എനിക്ക് ഇവിടെ തന്നെ വിടുകയും നീറ്റിന് ഇവിടെ തന്നെ കോച്ചിങ് കൊടുക്കുകയും ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ടിൻ്റെ പബ്ലിസിറ്റി വരുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ഏറ്റവും കൂടുതൽ കുട്ടികളെ ഈ പ്ലേസ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ബ്രില്യൻറ്റ്. അത് ഞാൻ അങ്ങേയറ്റം അതിനകത്ത് എൻ്റെ മോളിപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആയാലും ഞാൻ അഭിമാനിക്കുന്നു എന്ന് തന്നെ പറയാം. അതിനകത്ത് യാതൊരു കളവും ഉള്ള കാര്യമല്ല. കൊല്ലം ജില്ലയിൽ നിന്നും ഇവിടെ വന്ന് എൻ്റെ മോളെ ഇവിടെ ആക്കിയിട്ട് പോകാൻ ആ ഒരു സുരക്ഷിതത്വവും കെയറിങ്ങും ഇവിടുത്തെ ഓരോ അധ്യാപകന്മാരോടും മെൻറ്റർമാരോടും ഒക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അത്ര നമുക്ക് ധൈര്യമായിട്ട് കുട്ടിയെ ഇവിടെ വിട്ടിട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥയിൽ എന്നെ എത്തിച്ചത് തന്നെ ഇവിടുത്തെ ഓരോ മെൻറ്റർമാരുടെയും കഴിവാണ്. അതെനിക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നീടെന്ന് പറഞ്ഞാൽ പല സ്ഥാപനങ്ങളിൽ നിന്നും ഇതുപോലുള്ള ഇങ്ങനെ വിടെന്നും പറഞ്ഞ ഒരു കോളേജുകളിൽ സ്കൂളുകളിൽ നിന്നോ വല്ലതും ഒക്കെയാണെന്ന് തോന്നുന്നു നമ്പർ എടുത്തിട്ട് ഇങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇവിടെ അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞ ബ്രില്യൻറ്റിങ്ങിൽ ആയിപ്പോയി, ഞങ്ങൾ വേറെ വിടുന്നില്ലെന്ന് പറഞ്ഞു. നമ്മുടെ ആദ്യത്തെ മോൾ ഏതാണ്ട് 9ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ തന്നെ ഈ ഒരു ആഗ്രഹം പറഞ്ഞപ്പം നീറ്റ് മെഡിസിൻ എന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോഴേ തന്നെ ഞങ്ങൾ കണ്ടെത്തിയത് ബ്രില്യൻറ്റ് തന്നെയാണ്. ഓക്കെ, ഫൈനലി മോൾ ഇവിടെ എത്തിയിരിക്കുന്നു. മോള് കേട്ടറിഞ്ഞ ബ്രില്യന്റ് ഉണ്ട്. മോളിപ്പോ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് പറയാം. എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മളോട് ഭയങ്കര പേടിച്ചു, നീ ബ്രില്യന്റിലാണോ പോകുന്നത്, അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അങ്ങനെ കാര്യം ബേസ് ഒന്നും എടുക്കില്ല. പക്ഷെ ഞാൻ +1 +2 അവിടെ ഇന്റഗ്രേറ്റഡ് ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് ക്ലാസ് ഒരുപാട്, കാരണം എനിക്ക് ക്ലാസ് കാണാൻ ടൈം കിട്ടിയില്ലെങ്കിൽ ഞാൻ സ്ഥലത്തുള്ള തന്നെ സ്കൂളിൽ എന്നിട്ട് ഓൺലൈൻ ആയിരുന്നു എടുത്തിരുന്നത്. ഞാൻ അമൃത വിദ്യാലയം പുതിയകാവിലായിരുന്നു. അപ്പം നമുക്ക് ടൈം കാരണം കാണാൻ ക്ലാസ് കാണാൻ പറ്റില്ല. എന്നാലും പോലും ബയോളജി ഞാൻ കാണാൻ ശ്രമിച്ചിരുന്നു. കാരണം നമുക്ക് കുറച്ചും കൂടെ അത് കണ്ടിട്ട് ടെസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ടൈം കിട്ടുന്ന അത്രയും ബയോളജി ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം റിപ്പീറ്റിന് പോകുമ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ പല ഫ്രണ്ട്സിനോടും പറഞ്ഞു നീ ബ്രില്യൻറ്റിലാണ് പോകുന്നത്. അപ്പോൾ അവർ ചോദിക്കുമോ സ്ട്രിക്റ്റ് ആണ്, നീ എങ്ങനെ പോയി നിൽക്കും. ഞാനെങ്കിൽ ഇപ്പം ഇത്രയും നാൾ ഭയങ്കര പാമ്പേർഡ് ആയിട്ട് വളർന്നു വന്നതാണ്. അപ്പം ഞാൻ ഒറ്റ മോളാണ്. അപ്പം എല്ലാവരും ചോദിക്കും നീ നെഞ്ചത്തടിച്ചിട്ട് കരയുവോ, നീ അവിടെ പോയി നിൽക്കുവോ, എങ്ങനാ നിന്നെ കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എല്ലാവരും ചോദിക്കും. പക്ഷെ ഇവിടെ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ്, ഇപ്പം എനിക്ക് 18 വയസ്സാവാൻ പോകുന്നു, ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വരുന്നത് തന്നെ. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ വരേണ്ടത്, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഡേ തന്നെ ചൂസ് ചെയ്തത് വരാനായിട്ട്. പക്ഷേ റൂംമേറ്റ്സിനോട് വളരെ കുറച്ച് സമയമെങ്കിൽ പോലും സംസാരിച്ച് നമുക്കൊരു ഹോംലി ഫീലിംഗ് കിട്ടുന്നു. ഇപ്പം കരഞ്ഞുകൊണ്ട് നിൽക്കേണ്ട ഞാനാണ്, പക്ഷേ എനിക്ക് എന്തോ ഞാനിവിടെ ഓക്കെ ആയിരിക്കും എന്ന് ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നു. കാരണം വരുമ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു, ഞാനിവിടെ ഓക്കെ ആയിരിക്കുമോ, വീഡിയോയിലൊക്കെ കണ്ടുപോലെ തന്നെ ആയിരിക്കുമോ, റൂംസൊക്കെ എങ്ങനെ ആയിരിക്കും, കൺജസ്റ്റഡ് ആയിരിക്കും. ഞാനിപ്പോൾ ഒറ്റ മോളായിട്ട് തന്നെ എല്ലാം നമുക്ക് സ്വന്തമല്ലേ, അപ്പം ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ്. പക്ഷേ റൂംമേറ്റ്സിനോട് ജസ്റ്റ് നമ്മൾ ആദ്യത്തെ ഒരു ഇംപ്രഷൻ തന്നെ അവരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് സംസാരിച്ച്, ഇപ്പം നമ്മൾ കാണുമ്പോൾ തന്നെ നേരെ പരിചയമുള്ള പോലെ അവർ സംസാരിച്ചതൊക്കെ. അപ്പോൾ അതൊരു കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ആൻറ്റിമാരായാലും നമ്മളിപ്പോൾ അങ്ങോട്ട് ക്യാമ്പസിലോട്ട് കയറിയിട്ടില്ലല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷനെ, ഞാനിപ്പോൾ അവിടെ ഓൾറെഡി സ്റ്റുഡൻ്റ് ആയിരുന്നുകൊണ്ട് എനിക്കങ്ങനെ ഭയങ്കര ഫോൾസ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. കാരണം എനിക്ക് ഓൾറെഡി ക്ലാസ്സിൻ്റെ പരിചയമുണ്ട്. പക്ഷെ നമ്മൾ ഹോസ്റ്റൽ ലൈഫ് ആദ്യമായിട്ടല്ലേ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള എക്സ്പെക്റ്റേഷനെ വെച്ച് നോക്കുമ്പം റിയാലിറ്റി കുറച്ചും കൂടെ ഭയങ്കര കംഫർട്ട് തരുന്ന പോലെ ഫീൽ ചെയ്തു. ഇപ്പം ഞാൻ ഞാൻ ഭയങ്കര കരഞ്ഞൊക്കെ നിൽക്കേണ്ടതായിരിക്കും. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ബ്രില്യന്റിനെ കുറിച്ച് എന്ത് പറയാം? ടോപ്പ് മോസ്റ്റ് അല്ല എന്ത് പറയാൻ. ഓക്കെ, മോൾ ഒറ്റ വാക്കി പറയാനാണെങ്കിൽ ബ്രില്യന്റിനെ കുറിച്ച് എന്ത് പറയാം? ബ്രില്യന്റ് ഈസ് ഓൾവേസ് ബ്രില്യന്റ്. ഓക്കെ, താങ്ക് യു. സാർ, അപ്പോൾ ബ്രില്യന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഇവിടുത്തെ നമ്മുടെ ക്യാമ്പസ് ഒക്കെ കണ്ടു, ഹോസ്റ്റലൊക്കെ കണ്ടു, എങ്ങനെയുണ്ട്? ക്യാമ്പസ് നന്നായിരിക്കും. ഹോസ്റ്റലിൽ ഞങ്ങളിപ്പോൾ 11 ചേമ്പേഴ്സ് നിന്നാണ് വന്നിരുന്നത്. അതും കുഴപ്പമില്ല, നന്നായിട്ടുള്ള ഹോസ്റ്റലാണ്. ഓക്കെ, 2 കുട്ടികളാണ് റൂമിലുള്ളത്. നീറ്റ്നെസ്സും ക്ലീൻനെസ്സും ഒക്കെ ഓക്കെയാണ്, ഹാപ്പിയാണ്. സാർ, അതുപോലെ തന്നെ വൈ ബ്രില്യന്റ് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സാർ ബിക്കോസ് ഓഫ് ഹിസ് റിസൾട്ട്, നോ ഡൗട്ട്.
ഓക്കെ, ഒരു ഹോപ്പ് ഉണ്ട്, ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ദ ബ്രില്യൻ വിൽ പ്രൊവൈഡ് ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഫോർ അവർ ചിൽഡ്രൻ. ഓക്കെ, ദാറ്റ്സ് വൈ. സാർ എന്ത് ചെയ്യുന്നു, എവിടെ നിന്ന് വരുന്നു? ഞാൻ അരുണാചൽ പ്രദേശിൽ നിന്നാണ്. ഞാൻ അവിടെ ഒരു സ്കൂൾ പ്രിൻസിപ്പളാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും സാർ നമുക്കറിയാം, അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓക്കെ, പിന്നെ സാർ ഒരു പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുന്നു, ഒരുപാട് കുട്ടികൾക്ക് വലിയ മാതൃകയാവുന്ന ഒരാളാണ്. അപ്പോൾ ബ്രില്യന്റിന്റെ ഒരു സേവനം സാർ കേട്ടറിഞ്ഞിട്ടുണ്ട്, ആൻഡ് കുറെ പേരൊക്കെ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ റിലേറ്റീവ്സിന്റെ കുട്ടികൾ, എൻ്റെ ചേച്ചിയുടെ മകനെല്ലാം ഇവിടെ തന്നെയാണ് പഠിച്ചത്. അവൻ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കാണ്, ഇവൻ നീറ്റിനാണ് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ ബ്രില്യൻസിലേക്ക് പോകുന്നു. അതെ, ഇപ്പൊ ബ്രില്യന്റ് കോട്ടയിലും രാജസ്ഥാനിലെ കോട്ടയിലും അല്ലെങ്കിൽ ഡൽഹിയിലെ അലനിലും ഒക്കെ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിലാണ് ബ്രില്യൻസ് തിരഞ്ഞെടുത്തത്. ശരിക്കും പറഞ്ഞാൽ അവരെക്കാൾ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓൾ ഇന്ത്യ റാങ്ക് 1ാം സ്ഥാനം ബ്രില്യന്റിലാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ ആ കാര്യങ്ങളൊക്കെ സാർ അറിഞ്ഞിരുന്നു? തീർച്ചയായും അറിഞ്ഞിരുന്നു. നമുക്കൊരു എയിം ഉണ്ടല്ലോ, എവിടെ ചേർക്കണം. ഇപ്പൊ 10 കഴിഞ്ഞ് 12 കഴിഞ്ഞു, അവനെ എവിടെ ചേർക്കണം എന്നുള്ളൊരു എയിം നമ്മുടെ ഉണ്ടായിരുന്നു. അപ്പൊ ബ്രില്യന്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ് ആദ്യം തന്നെ വന്നത്. ഹായ് സാർ, സാറിന്റെ പേര്? മനോജ്. മോളുടെ പേര്? മാളവിക. ഓക്കെ, ഷീന. എവിടുന്നാ വരുന്നത് മാം? കണ്ണൂരിന്നാ? ഓക്കെ ഓക്കെ. സാർ എങ്ങനെയാണ് നമ്മുടെ ബ്രില്യനിലേക്ക് വന്നത്? എങ്ങനെയാണ് ബ്രില്യനിലേക്ക് നമ്മളെ ബ്രില്യനെ കുറിച്ച് നേരത്തെ അറിയായിരുന്നു, കാരണം നേരത്തെ ഏറ്റവും ലീഡിംഗ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ള അറിയായിരുന്നു. അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ വർക്ക് ചെയ്തത്. അതെ, ഇപ്പൊ മോളുടെ കാര്യം വന്നപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളും അല്ലെങ്കിൽ അല്ലെ ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇനി അത് മോളിക്കൂടെ നമ്മൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ 2026 നീറ്റ് എക്സാമിനായിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി ബ്രില്യൻ സ്റ്റഡി സെന്ററിലേക്ക് നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് നമ്മുടെ ഈ ഒരു അഡ്മിഷൻ ഡേയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൗഡ് പേരിന് നമ്മളോടൊപ്പം നിൽപ്പുണ്ട്. അപ്പോൾ സാർ ബ്രില്യന്റിൽ വന്നു, മാളെ ജോയിൻ ചെയ്യുകയാണ്. എന്താ തോന്നുന്നു ഈ ഒരു നിമിഷം? ഇവിടെ വന്നിട്ട് നമ്മൾ ഹോസ്റ്റൽ കണ്ടു, ക്യാമ്പസ് കണ്ടു, ഒന്ന് പറയാം. വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് വളരെ കുട്ടികൾക്കെല്ലാം തന്നെ സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തന്നെ വളരെ മികച്ച രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ബ്രില്യൻറ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിരവധി കൊല്ലം കൊണ്ട് ബ്രില്യൻസിലെ കുട്ടികൾ അത്യുജ്വലമായ വിജയം എഞ്ചിനീയറിംഗിലും മെഡിസിനിലും ഒക്കെ നേടുന്നുണ്ട് എന്നുള്ള വിവരം വാർത്തകളിലൂടെയും മറ്റും നമ്മൾ കാണുന്നുണ്ട്, ടി വിയിലൂടെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് വളരെ സിസ്റ്റമാറ്റിക്കലും ഇത്രയ്ക്ക് വളരെ വിശാലമായ ഒരു ക്യാമ്പസും അതിനോടനുബന്ധിച്ചുള്ള കൺട്രോൾഡ് ഹോസ്റ്റലുകളും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഒരുക്കിയിരിക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് അതൊരു പോസിറ്റീവ് എനർജി നൽകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, മാത്രവുമല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള സ്റ്റാഫുകൾ, ഇപ്പം ഫ്ലോർ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരായാലും മറ്റ് ടീച്ചേഴ്സായാലും മെൻറ്റേഴ്സായാലും അവരെല്ലാം തന്നെ ഭയങ്കര കോഓപ്പറേറ്റീവായിട്ടാണ് പെരുമാറുന്നത്. ഭാഗ്യവശാൽ എനിക്ക് മകൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ മാരി ഗോൾഡ് എന്ന് പറയുന്ന ഈ ക്യാമ്പസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഹോസ്റ്റൽ തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് മെസ്സിലേക്ക് പോകാനായാലും ക്ലാസ്സുകൾക്ക് പോകുന്നതിന് വേണ്ടിയിട്ടായാലും കുട്ടിക്ക് വളരെ സൗകര്യമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ യാത്ര ചെയ്ത് വെറുതെ സമയം മെനക്കെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ഞാൻ കേരള പോലീസിലെ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസാണ്. മകള് കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിച്ചത്. 97% മാർക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെയും 4-5 ക്രാഷ് കോഴ്സ് ചെയ്തതാണ്. ഏകദേശം ഒരു വിജയത്തിൻ്റെ അടുത്തുവരെ എത്തിയ കുട്ടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ശരി, അപ്പോൾ ഹെഡ് ഓഫീസിൽ തന്നെ കുട്ടിയെ ചേർത്തിട്ട് ഈ ഒരു വർഷം റിപ്പീറ്റർ എന്നുള്ള രീതിയിൽ ഒന്ന് കാര്യക്ഷമമായ രീതിയിലൊന്ന് പരിശ്രമിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് പ്രതീക്ഷയുണ്ട് ഇവിടെ അത്രയ്ക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചറും ആ രീതിയിലുള്ള കോച്ചിങ്ങും കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്ക് യു. മാഡം, മോളെ സംബന്ധിച്ചിടത്തോളം മോള് ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി ഒരു ഹോസ്റ്റൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലെ? എനിക്കറിയാം അല്പം വിഷമമുണ്ട് അല്ലെ, ഒരു വർഷക്കാലം മോൾ ഇവിടെ ഹോസ്റ്റലിലാണ്. തീർച്ചയായിട്ടും മോളെ ഇവിടെ ആക്കിയിട്ട് ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും. അപ്പോൾ അമ്മയുടെ എങ്കിലും ഇവിടെ ഒരു ഹോംലി ഫീലിംഗ് ആണ് കുട്ടികൾക്ക് നൽകുന്നത്, വളരെ സെക്യൂർ ആണ് കുട്ടികൾ. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയ്ക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അമ്മ കണ്ടില്ലേ? അമ്മ ഇവിടെ തന്നെ കണ്ടപ്പോഴത്തേക്ക് നല്ല സേഫ്റ്റിയും ഉണ്ട്, നമ്മളെ കുട്ടി വിട്ടിട്ട് പോകാൻ ധൈര്യവും ഉണ്ട്, ആത്മവിശ്വാസവും ഉണ്ട്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അത് സാറിന്റെ നാട് എവിടെയാണ്? കായംകുളം. കായംകുളമാണ്. ഓക്കെ, സാർ ഇവിടെ വന്നു, നമ്മുടെ ക്യാമ്പസ് കണ്ടു, എങ്ങനെയുണ്ട് ക്യാമ്പസ്? എല്ലാം നല്ലതാണ്. വളരെ ഡിസിപ്ലിനുള്ള ഒരു ക്യാമ്പസ് ആയതുകൊണ്ടാണ് ഞങ്ങളിത് തിരഞ്ഞെടുത്തത്. അങ്ങനെ മോക്ക് വളരെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഹോസ്റ്റൽ കിട്ടിയത്. ഈ ഹോസ്റ്റൽ സ്കോളർഷിപ്പ് ഉള്ളതുകൊണ്ട് നല്ലൊരു എമൗണ്ട് സ്കോളർഷിപ്പായി കിട്ടി. അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ഇവിടെ വന്ന് അവൾക്ക് ഒരു ലോട്ടിലൂടെ അവൾ ആഗ്രഹിച്ച പോലെ ഒരു റൂം കിട്ടി. റൂമെല്ലാം വളരെ ക്ലീൻ ആയിട്ടുള്ള റൂമാണ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഓരോ കുട്ടികൾക്കും സ്റ്റഡി ടേബിൾ ഉണ്ട്. അവർക്ക് അവരുടെ സാധനങ്ങൾ ലഗേജ് വെക്കാനുള്ള റാക്കുകളും അലമാരകളും ഉണ്ട്.
അങ്ങനെ എല്ലാം കൊണ്ടും വളരെ തൃപ്തികരമായ ഒരു അനുഭവമായിട്ടാണ് ഞങ്ങൾക്ക് ഇതുവരെ അനുഭവപ്പെട്ടത്. ഇത് തീർച്ചയായിട്ടും 2016 എൻ്റെ മകൻ ബ്രില്യന്റ് കോച്ചിങ് അറ്റൻഡ് ചെയ്ത് ഇപ്പൊ അവൻ മെഡിസിൻ കഴിഞ്ഞ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. എവിടെയാണ് സാർ? എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പൊ അന്നു മുതൽ ഞങ്ങൾക്ക് ഈ സ്ഥാപനവുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ആ ഒരു ബന്ധവും ആ ഒരു വിശ്വാസവുമാണ് ഞങ്ങളെ വീണ്ടും ഈ ക്യാമ്പസിലേക്ക് എത്തിച്ചത്. എൻ്റെ പേര് അനീഷിനാണ്. ഞാൻ വെസ്റ്റിൽ കോഴിക്കോടാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഹോസ്റ്റലിൽ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ അല്ലെങ്കിൽ ബ്രില്യന്റിൽ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ കുറേ അറിഞ്ഞിരുന്നു. കുറേ മുമ്പേ പഠിച്ച കുട്ടികളൊക്കെ പറ്റി ഞങ്ങൾ കുറേ എക്സ്പീരിയൻസ് അവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കുറേ യൂട്യൂബും മറ്റൊക്കെ വാച്ച് ചെയ്തിട്ട് അതൊക്കെ കുറേ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, നല്ലൊരു അറ്റ്മോസ്ഫിയറും കൂടിയാണ്. ഹോസ്റ്റലിൻ്റെ ഫെസിലിറ്റീസും കോളേജ് ഫെസിലിറ്റീസൊക്കെ നല്ല രീതിയിലാണ് ഉള്ളത്. ഇപ്പോൾ അത് ഒരു കുട്ടിയൊക്കെ ഒരു വൈബ് ആവട്ടെ, മുമ്പോട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ നല്ലൊരു വൈബ് ആവട്ടെ. എന്നിട്ട് അവർ എന്തായാലും നമുക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഒരു സീറ്റ് എങ്ങനെ കരസ്ഥമാക്കുന്ന ഒരു സീറ്റ് എങ്ങനെ MBBS സീറ്റ് എങ്ങനെ കിട്ടണം, ഒരു ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കായാലും കുട്ടികൾക്കായാലും. അത് ഞങ്ങളെ സംബന്ധിച്ചോളം കുട്ടികൾ നല്ല രീതിയിൽ, ഇപ്പം എൻ്റെ മോള് മാത്രമല്ല, ഇപ്പൊ വരുന്ന കുട്ടികളെയൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടട്ടെ, നല്ല രീതിയിൽ എല്ലാവരും അഡ്മിഷൻ കിട്ടട്ടെ എന്ന് നമ്മളെ പ്രതീക്ഷ. അതുകൊണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സുമാരൊക്കെ നല്ലതും പഠിപ്പിക്കുന്നത് ഞങ്ങൾക്കറിയാം. അവരെ കോർഡിനേഷനും പിന്നെ അവരെ ടീച്ചിങ് കാപ്പബിലിറ്റീസും ഒക്കെ കൂട്ടിയിട്ട് അവർ നല്ല രീതിയിൽ പോകുന്ന ഒക്കെ നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഞാനൊരു പ്രതീക്ഷ ഉണ്ട്, മോക്കൊരു സീറ്റ് കിട്ടുന്ന ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അല്ല, ബ്രില്യൻസ് സംബന്ധിച്ച റിസൾട്ട് നല്ല റിസൾട്ടാണ്. എല്ലാ വർഷവും നല്ല റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പേപ്പർ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ നല്ല, അപ്പോൾ കഴിഞ്ഞ പേപ്പർ നമ്മൾ നോക്കിയപ്പോൾ ബ്രില്യൻസ് നല്ലൊരു സീറ്റ് ഒക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു നല്ലൊരു പേര്, നല്ലൊരു പേര് മാത്രമല്ല അവിടുത്തെ പ്രസന്റ് റിസൾട്ട് നല്ല റിസൾട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും റിസൾട്ട് വരട്ടെ, നല്ല റിസൾട്ട് 100% റിസൾട്ട് ആവട്ടെ എന്ന് നമ്മള് അത് പ്രകാരം മകളും ആവട്ടെ. അടുത്ത 2026 ആകുമ്പോൾ അവർക്കൊരു സീറ്റ് കിട്ടട്ടെ എന്ന് പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഏതായാലും തീർച്ചയായിട്ടും അത് നല്ലൊരു മുതൽക്കൂട്ടാവുന്ന സാറേ, ബ്രില്യന്റ് ചൂസ് ചെയ്യുന്നത് പിന്നിൽ എന്തായിരുന്നു? ബ്രില്യന്റ് ചൂസ് ചെയ്തത് ഇപ്പോൾ കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചോളം മധ്യ കേരളത്തിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ രണ്ട് സഹോദരൻ്റെ മക്കൾ രണ്ടുപേർക്കും പഠിക്കുകയും അവർക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അവര് ഒരാൾ മൂത്തവൻ പിന്നെ ആർമിയിൽ ഡോക്ടറാണ്, FMCയിലാണ്. രണ്ടാമത്തെ ആള് ഫൈനൽ ഇയർ ആണ്, MBBS ഫൈനൽ ഇയർ ആണ്. ബ്രില്യന്റ് ആണ്. എനിക്ക് ഒരു റിപ്പീറ്റ് അല്ലെങ്കിൽ ഒരു എൻട്രൻസ് കോച്ചിങ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ആദ്യം വരുന്നത് ബ്രില്യന്റ് തന്നെയാണ്. വേറെ ഒരുപാട് കോച്ചിങ് സെന്ററുകൾ ഉണ്ടല്ലോ ഇപ്പോഴും, നമ്മൾ അത് സജസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ മക്കൾക്ക് കിട്ടിയത്. ഒരുപാട് വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അതെ. എനിക്ക് രണ്ട് മക്കളെ രണ്ടുപേരും ഡോക്ടറാക്കാൻ പറ്റിയത് ബ്രില്യന്റ് എന്നുള്ള ഒരു നല്ലൊരു സപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ്. വേറെ എന്റെ മകൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് 3 പേരുണ്ട്. താങ്ക് യു സോ മച്ച്. എന്റെ പേര് ലക്ഷ്മി അനിൽ പിള്ളை, സ്ഥലം മുംബൈ. മുംബൈ കാർഗറിൽ. മുംബൈ കാർഗറിൽ നിന്ന് പാലായിൽ എത്തിയിരിക്കുന്നു. മോളുടെ ലക്ഷ്യം MBBS ആണ്. അപ്പൊ തീർച്ചയായിട്ടും മോൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നമ്മളിവിടെ വന്നു, ക്യാമ്പസ് കണ്ടു, ഹോസ്റ്റൽസ് കണ്ടു. എന്താണ് ഇവിടുത്തെ അറേഞ്ച്മെന്റ്സിനെ കുറിച്ച്? ബ്രില്യന്റിന്റെ അറേഞ്ച്മെന്റ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ബോംബെ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു മെട്രോപോളിസ് സിറ്റിയിൽ നിന്ന് ഇവിടെ വന്ന് നോക്കിയപ്പം എനിക്ക് അതിലും എല്ലാം കൊണ്ടും ഓക്കെയാണെന്ന് തോന്നിയതിന്റെ കാരണമാണ് ഞാൻ ഇവിടെ മോളെ ഇവിടെ ആവാൻ തീരുമാനിച്ചത്. ക്യാമ്പസ് കണ്ടു, ക്യാമ്പസ് കണ്ടാണ് ഇഷ്ടപ്പെട്ടത്. നമ്മുടെ കുട്ടിയൊക്കെ എന്ത് പറഞ്ഞു ഇവിടെ വന്നിട്ട്? കുട്ടിക്ക് ഇവിടെ വരുന്നത് വരെ കുട്ടിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു ബോംബെ വിട്ട് വരാൻ. ഇവിടെ വന്ന് കണ്ടതിന് ശേഷമാണ് കുട്ടിക്ക് ഇഷ്ടമായത്. ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു. ഞാനിവിടെ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പേരാണ് ഈ പാലാ ബ്രില്യന്റ് എന്ന് പറയുന്നത്. ഇവിടെ വന്ന് കണ്ടപ്പോൾ അതിൽ സന്തോഷം തോന്നി. ഇതിപ്പോ എന്റെ ചേച്ചിയുടെ മകളെയാണ് ഇവിടെ ചേർക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ +2 കഴിഞ്ഞ് മോളെ കൊണ്ടുവന്ന് ചേർക്കാൻ വന്നപ്പോൾ ഞങ്ങൾ ഓൺലൈനായിട്ടൊക്കെ രജിസ്ട്രേഷൻ ചെയ്തതാണ്. പക്ഷെ വന്ന് കണ്ടപ്പോൾ അതിന് സന്തോഷം തോന്നി. ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ അറ്റ്മോസ്ഫിയറും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ എനിക്കും ഒരാളുണ്ട്, അയാളെയും കൊണ്ടുവരാനുള്ള ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ അതും ഇത് കഴിയുമ്പോൾ അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നല്ല കുട്ടിക്ക് നല്ല സപ്പോർട്ടാണെന്ന് തോന്നുന്നു കണ്ടിട്ട് എല്ലാം കൊണ്ട്. ക്യാമ്പസ് ക്ലാസ് ഒക്കെ കണ്ടോ? ക്ലാസ്സിലകത്തേക്ക് ഞങ്ങൾ കയറിയില്ല, കാരണം നല്ല റഷ് ഉണ്ടെന്ന്. ഇപ്പൊ നല്ല എല്ലാരും കൂടെ വന്നത് നാളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ ഒരു ഫെസിലിറ്റി, കുട്ടികളെ സ്വീകരിക്കുന്ന ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ അതാ ഞാൻ പറഞ്ഞു. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പൊതുവേ ഒരു സന്തോഷം തോന്നി. ഞങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്ത് കുട്ടികളാണ് ഇവിടെ വന്നപ്പോൾ. ഇന്ന് തന്നെ ഇത്രയും റഷ് ഉണ്ടായിരുന്നപ്പോൾ എന്തോ കുട്ടികളുണ്ടായിരിക്കും എന്നൊരിപ്പോൾ ഇവിടെ ചേർക്കാനായിട്ട് തന്നെ. മെഡിക്കൽ പ്രവേശനം എന്ന ലക്ഷ്യവുമായി എത്തിയ ഓരോ വിദ്യാർത്ഥിക്കും ബ്രില്യന്റ് ഒരു സെക്കൻഡ് ഹോമാണ്. ആദ്യ ദിവസം തന്നെ ക്യാമ്പസിന്റെ ഊർജ്ജസ്വലമായ അന്തരീക്ഷം അവരെ സ്വാധീനിച്ചു. മികച്ച അധ്യാപകരും പഠന സൗകര്യങ്ങളും തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുമെന്ന് അവർ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ബ്രില്യന്റ് വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന്
യാഥാർത്ഥ്യമാക്കുകയും ചെയ്യും. സംശയങ്ങൾ ചോദിച്ചും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിച്ചും അവർ പെട്ടെന്ന് തന്നെ ബ്രില്യന്റിലെ പുതിയ സാഹചര്യവുമായി ഇഴകിച്ചേർന്നു. പഠനത്തോടൊപ്പം വ്യക്തിത്വ വികാസനത്തിനും പ്രാധാന്യം നൽകുന്ന ബ്രില്യന്റിന്റെ സമീപനം വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്നു. ഹായ്, ഹായ്, എന്താ പേര്? അഫാൻ. അഫാൻ, എവിടെ വീട്? കൊല്ലം, കടയ്ക്കൽ. ഓക്കെ, മോന്റെ പേര്? എവിടെ വീട്? തിരുവനന്തപുരം. ഫാരിസ്, എവിടെ വീട്? കാസർഗോഡ്. കാസർഗോഡ്. അദീൻ, ആ, തിരുവനന്തപുരം. തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ നിങ്ങൾ 4 പേരും ഒരു ബാച്ച്, ഒരു ഹോസ്റ്റലാണോ? അല്ലല്ല, ഞങ്ങള് ഒരുമിച്ച് പഠിച്ചിട്ട് ഇപ്പൊ ഒരേപോലെ വന്നതാ. ഓ, നിങ്ങൾ നേരത്തെ വരെ ഒരുമിച്ചാ പഠിച്ചേ? അപ്പൊ ഇവിടെ വേറെ വന്നിട്ട് ഫ്രണ്ട്സിനെ വേറെ പുതിയതായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നില്ല അല്ലേ? ഇല്ല, പക്ഷെ വേറെ വേറെ സ്ഥലത്താ. പല സ്ഥലങ്ങളിലായിട്ട് ഇവിടെ വന്നതാണ്. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഡേ അറ്റ് ബ്രില്യന്റ്? ഫസ്റ്റ് കൊള്ളാം. ഇപ്പൊ ഇത്ര ആൾക്കാരൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ലൈക്ക് ഇത്ര ആൾക്കാർ ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, രസമുണ്ട്. ഇനി ഇപ്പൊ ഒരു പീരീഡ് കഴിഞ്ഞല്ലേ ഉള്ളൂ, ബാക്കി പിന്നെ പറയാം. വരാതിരിക്കുന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ, മോനപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ആണ്. മോട്ടിവേഷൻ ക്ലാസ് കൂടി അല്ലേ? അപ്പൊ നിങ്ങൾ പ്രതീക്ഷ പോലെയൊക്കെ ഉള്ള ബ്രില്യന്റ് തന്നെയായിരുന്നോ? ആണ്. യെസ്, അതിൽ കൂടുതലാണ്. വെരി ഗുഡ്. ഓക്കെ, മോന്റെ എങ്ങനെയുണ്ട് ഫസ്റ്റ് ഡേ അറ്റ് ബ്രില്യന്റ്? ഫസ്റ്റ് ഡേ കൊള്ളായിരുന്നു. മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? നല്ല മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു. മോട്ടിവേറ്റഡ് ആയി. മോട്ടിവേറ്റഡ് ആയി. ശ്രീനന്ദ, കോഴിക്കോട്. കല്യാണി, ആലപ്പുഴ. ആമിന ഫ്രം ട്രിവാൻഡ്രം. കീർത്തന, കണ്ണൂർ. അമാന, ട്രിവാൻഡ്രത്തിൽ. മാളവിക, പാലക്കാട്. അഫ്സാന, ട്രിവാൻഡ്രം. രഹിന മെഹർ, ട്രിവാൻഡ്രം. ശ്രേയ, കോട്ടയം. ദേവിഭദ്ര, കൊല്ലം. കൊല്ലം. ശ്രീരാജ്, കാസർഗോഡ്. ഞാൻ അധീരത്, ചാലക്കുടി. മിലൻ, ട്രിവാൻഡ്രം. ഭഗത്ത്, മലപ്പുറം. മുഹമ്മദ് യഹീൽ അൻസാരി, എറണാകുളം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ബ്രില്യന്റിലെ ഫസ്റ്റ് ഡേ? ഫസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കുറച്ചുകൂടി വൈബാ. കാരണം നമ്മൾ ഉദ്ദേശിച്ച ഫസ്റ്റ് ദിവസം തന്നെ പഠിപ്പിക്കാറില്ല. നമുക്ക് പഠിക്കണം എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ പഠിക്കാതെ മോട്ടിവേഷൻ ആയിട്ട് ഇനി എന്ത് ചെയ്യണം, കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ, എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്, അതൊക്കെ മാറി കിട്ടി നമുക്ക് ഒരു ക്ലിയർ വ്യൂ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോയാൽ മതി ഇവരുടെ ഒപ്പം. ഓക്കെ ഓക്കെ. നമ്മുടെ ക്ലാസ് റൂം ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാണ്, അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടു. ഓക്കെ, ക്ലാസ് ടീച്ചർമാരൊക്കെ എങ്ങനെയുണ്ട്? നല്ല കോർഡിനേഷൻ ഉണ്ട്, മോട്ടിവേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വരുന്നതിന് മുന്നേ ഒരു എക്സ്പെക്ടേഷൻ കാണുമായിരിക്കും, ഇതാണ് ബ്രില്യന്റ് എന്നുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ എന്ത് തോന്നുന്നു? വിചാരിച്ചത്രയൊക്കെ ഉണ്ട്. നമ്മുടെ ക്യാമ്പസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട് കാണാനും. ആണല്ലേ? ഹോസ്റ്റൽ ഏത് ഹോസ്റ്റലാണ്? ഞാൻ കൃഷ്ണഭവൻ ഹോസ്റ്റൽ. എങ്ങനെയുണ്ട് ഹോസ്റ്റൽ? ഹോസ്റ്റൽ എനിക്ക് ഇഷ്ടമായി. പിന്നെ എന്താണ്, വാർഡനൊക്കെ നല്ല സ്നേഹത്തിലാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല ഹാപ്പിയാണ് ഹോസ്റ്റൽ. റൂംമേറ്റ്സ് എല്ലാം ഓക്കെയാണ്. ഒരു പഠിക്കാൻ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഓക്കെയാണ്. സോ യെസ്, അങ്ങനെ നമ്മുടെ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായമായത് തുടങ്ങിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിരവധി വിദ്യാർത്ഥികളാണ് നമ്മുടെ ഡയമണ്ട് ബ്ലോക്കിൽ മാത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിലെ ഏറ്റവും ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ബാക്കി നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും നമ്മുടെ വരാന്തകളിലൂടെ എല്ലാം ബ്രേക്ക് ടൈമിൽ നിൽക്കുകയാണ്. ഇതുപോലെ എല്ലാ സെന്ററുകളിലും, കേരളത്തിലുടനീളമായിട്ടുള്ള എല്ലാ സെന്ററുകളിലും 10,000-കണക്കിനുള്ള വിദ്യാർത്ഥികളാണ് ഏറ്റവും പുതിയ നീറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലേ? അത് തീർച്ചയായിട്ടും വളരെ തിരക്കാണ്. ഏറ്റവും മികച്ച ഒരു വിദ്യാർത്ഥികളെ തന്നെയാണ് നമ്മൾ എല്ലാ സെന്ററുകളും നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ അവരുടെ വിവരങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം അല്ലേ? യെസ്. സോ യെസ്, നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളോട് ചോദിക്കാം, എങ്ങനെയുണ്ട് ബ്രില്യന്റ് സ്റ്റഡി സെന്റർ? എങ്ങനെയുണ്ട്? അപ്പൊ ഹായ്. ഹായ് മാം. എന്താ മോളുടെ പേര്? എന്റെ പേര് സൗഫ. എവിടുന്നാ വരുന്നത്? ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നു ബ്രില്യന്റ്? എങ്ങനെയുണ്ട്? ഇപ്പൊ ബ്രില്യന്റിലെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ഞാൻ വരുമ്പോ തന്നെ ഭയങ്കര സ്കേർഡ് ആയിരുന്നു. ആക്ച്വലി ഇവിടെ എങ്ങനെയാണ്, ഇവിടുത്തെ ക്ലാസ്സസ് എങ്ങനെയായിരിക്കും. പക്ഷെ ഇന്നിപ്പോ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഹാപ്പി ആയിരുന്നില്ലേ? ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നില്ലേ? യെസ്. അപ്പൊ മോളുടെ പേര്? ഫൈഹ. എവിടെ വീട്? വീട് പൊന്നാനി. പൊന്നാനി. യെസ്. മോളുടെ ഫസ്റ്റ് ഡേ ആയിട്ട് ബ്രില്യന്റ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇഷ്ടായി. മെറ്റീരിയൽസ് ഒക്കെ കിട്ടിയില്ലേ? അപ്പൊ ഹോസ്റ്റൽ ലൈഫ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചില്ലേ? അടിപൊളിയല്ലായിരുന്നോ? യെസ്. ഓക്കെ, മോളുടെ പേര്? അനന്യ. എവിടെ വീട്? എറണാകുളം. എറണാകുളം. ഏതാ ഹോസ്റ്റലിൽ ഇട്ടിരിക്കുന്നത്? ഹണികോം. എങ്ങനെയുണ്ട് ഹോസ്റ്റല്? നല്ലതാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഡേ നമ്മുടെ ബ്രില്യന്റിലെ ആദ്യത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെയൊക്കെ ആയിരുന്നോ പ്രതീക്ഷിച്ചിരുന്നത്? ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലേക്ക് ഇങ്ങനെ നോക്കാം അല്ലെ? യെസ്. ഓക്കെ, മോളെ ഹായ്. എന്താ പേര്? എമിലി. എമിലി. എമിലി, എവിടെ വീട്? പാലക്കാട്. പാലക്കാട്. മോളുടെ പേര്? ബെല്ലം. എവിടെ വീട്? എറണാകുളം. എറണാകുളം. എങ്ങനെ, നിങ്ങൾ ഹോസ്റ്റൽമേറ്റ്സ് ആണോ? യെസ്. അപ്പൊ ഒരേ ബാച്ചിലും ആണോ? ആണ്. എങ്ങനെയുണ്ട് ഓരോ ബാച്ചും ഹോസ്റ്റലും ഒക്കെ? നല്ലതാ. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഫ്രണ്ട്സ് ആയതാണോ? ആണോ? എങ്ങനെ, നല്ല ഫ്രണ്ട് ആയിട്ട് കിട്ടിയല്ലേ?
ഓക്കെ, അപ്പൊ മുന്നോട്ട് ഇതുപോലെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് പോവുക. എങ്ങനെയുണ്ട് ബെർലിനിലെ ഫസ്റ്റ് ഡേ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അപ്പം മെന്റേഴ്സിനൊക്കെ പരിചയപ്പെട്ടില്ലേ? ക്ലാസ് ടീച്ചറിനെ പരിചയപ്പെട്ടില്ലേ? എന്ത് പറഞ്ഞു? അവരെന്ത് പറഞ്ഞു? അവരെല്ലാം പറഞ്ഞു, എല്ലാത്തിനെ പറ്റി പറഞ്ഞു. ആണ്. ഓക്കെ ഓക്കെ, ശരി. നിങ്ങളുടെ പേരെന്താ? എവിടെ വീട്? കന്യാകുമാരി. കന്യാകുമാരി. ഓക്കെ, എങ്ങനെയുണ്ട് ഫസ്റ്റ് ഡേ അറ്റ് ബ്രില്യന്റ്? ഹൗ ഈസ് യുവർ ഡേ? സൂപ്പർ. Super. And which hostel? Shimas. Okay. How is your hostel experience? Super. Super. I have Okay. enjoyed. Yeah, you have enjoyed the first day, right? Yes. Okay. How was your day at first day at Brilliant Study Center, your campus? First I was so feared, but the atmosphere is so good. I can manage it. Yeah. Okay. All the very best for your bright future. Okay. Yes. മോളുടെ പേര്? അനഘ. എവിടെ വീട്? ട്രിവാൻഡ്രം. മോളുടെ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു? ഇവിടെ വന്നപ്പോ കുറച്ച് സ്ട്രിക്ട്നെസ് കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തു, ബട്ട് സെറ്റ് ആണ്. ഓക്കെ ആണ്. യെസ്. മോളുടെ പേര്? ശ്രീനന്ദ. എവിടെ വീട്? കണ്ണൂര്. കണ്ണൂര്. മോളുടെ പേര്? ഫിദ ഫാത്തിമ. എവിടെ വീട്? മലപ്പുറം. മലപ്പുറം. ഓക്കെ. അപ്പൊ മോളുടെ ഫസ്റ്റ് ഡേ അറ്റ് ബ്രില്യന്റ് എങ്ങനെയുണ്ട്? ഇവിടെ ക്യാമ്പസ് ഒക്കെ അടിപൊളിയാണ്, മെന്റേഴ്സും കോർഡിനേറ്റേഴ്സ് എല്ലാം അടിപൊളിയാണ്. അടിപൊളിയാണ്. യെസ്. മോളുടെ ഫസ്റ്റ് ഡേ? ഫസ്റ്റ് അടിപൊളിയായിരുന്നു. ഇവളെന്റെ ഫ്രണ്ട്, ഇവളെന്റെ റൂംമേറ്റ്. ഓക്കെ. പെട്ടെന്ന് കമ്പനി, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ. എന്താ പേര്? ഷെസ. എവിടെ വീട്? നിലമ്പൂർ. ഓക്കെ. മോളുടെ പേര്? റിസ. എവിടെ വീട്? മലപ്പുറം. മലപ്പുറം. ഐഷ രദ്വ. മലപ്പുറം. റിദ ജാഫർ. തൃശ്ശൂര്. തൃശ്ശൂര്. ഓക്കെ. നിങ്ങൾ 4 പേരും ഫ്രണ്ട്സ് ആണോ? അതോ ഇവിടെ വന്നിട്ട് ഫ്രണ്ട്സ് ആയതാണോ? മുന്നേ ഒരു സ്കൂളിൽ പഠിച്ച ആണ്. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഡേ അറ്റ് ബ്രില്യന്റ്? അടിപൊളി എക്സ്പീരിയൻസ്. ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ കയറി കഴിഞ്ഞിട്ട് എന്തായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആണ്. ഓക്കെ. മോളുടെ? നല്ല വലിയ ക്യാമ്പസ്, നല്ല ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. പ്രതീക്ഷ പോലെ തന്നെയല്ലേ? യെസ്. മോൾക്ക് അടിപൊളിയാണ്. അടിപൊളിയാണ് ക്യാമ്പസ് ഒക്കെ. ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ? യെസ്. ആണ്. വേറെ പറഞ്ഞില്ലേ? ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. താങ്ക് യു. മോളെ പേരെന്താ? അമൃത. അമൃത. എവിടുന്ന് വരുന്നു? കൊല്ലം. കൊല്ലത്തുനിന്ന് വരുന്നു. എങ്ങനെയുണ്ട് ബ്രില്യന്റിലെ ഫസ്റ്റ് ഡേ? ഓക്കെ ആയിരുന്നു. ഞാൻ കുറച്ച് ഹോം സിക്നെസ് ഉള്ള ആളായിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് തോന്നി. ഫസ്റ്റ് ഓക്കെ ആണ്. എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് നോക്കി ഫസ്റ്റ് ഡേ ഓക്കെ ആണ്. ഓക്കെ. മോളുടെ പേരെന്താ? എന്റെ പേര് ആയിഷ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നു. ഓക്കെ. എങ്ങനെയുണ്ട് ബ്രില്യന്റിലെ ഫസ്റ്റ് ഡേ? ഫസ്റ്റ് ഡേ അടിപൊളിയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരുപാട് നന്നായിട്ടുണ്ട്. കുറച്ച് ഹോം സിക്നെസ് ഒക്കെ ഉള്ള ആളാണ് ഞാനും. അപ്പൊ ഇവിടെ വന്നപ്പോ നല്ല ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം ഫ്രീ ആണ്. അടിപൊളിയാണ്. മോളുടെ പേരെന്താ? അനിഷ്ക. എവിടെ വരുന്നു? ഞാൻ മുംബൈയിൽ നിന്നാണ് വരുന്നത്. മുംബൈയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ബ്രില്യൻസ്? ഇവിടെ അടിപൊളിയാ സത്യം പറഞ്ഞ. ലൈക്ക് സിസ്റ്റം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഞാൻ ലോങ് ടൈമിൽ ഉണ്ടായിരുന്നു, അപ്പൊ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്തായാലും. അപ്പോ ഐ എം ഓൾസോ എക്സൈറ്റഡ് ഇൻ ഒരു ഇയർ. മോളുടെ പേരെന്താ? എന്റെ പേര് നിയ. ഞാൻ ഇവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. ലെന്ത് അടിപൊളിയാണ്, ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. ലൈക്ക് ഭയങ്കര ഫെസിലിറ്റീസ് ഉണ്ട്, എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഫസ്റ്റ് ഡേ. ഓക്കെ. എങ്ങനെയാണ് നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാണ്, എല്ലാം ഉണ്ട് അവിടെ. അതെ, ഫുഡൊക്കെ അടിപൊളിയാണ്, എല്ലാം ക്ലീൻ ആണ് എല്ലാം. മോളുടെ പേരെന്താ? സാലിമാനശ്രീ. എവിടെയാണ് വരുന്നത്? മലപ്പുറം. മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഓക്കെ. നമ്മുടെ ക്യാമ്പസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഓ അടിപൊളിയാണ്, എല്ലാം നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. മോളുടെ പേരെന്താ? എവിടെ വരുന്നു? കാലിക്കറ്റ്. കാലിക്കറ്റ് നിന്ന് വരുന്നു. ഓക്കെ. നമ്മുടെ ഇപ്പൊ ക്ലാസ് മുറികളിലൊക്കെ കയറി ഇരുന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആയിരുന്നു അല്ലേ? ഓക്കെ. എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് റൂം ഫെസിലിറ്റീസ്, ആംബിയൻസ് ഒക്കെ? നല്ല സ്പേഷ്യസ് ആണ്, നല്ല എൻവയോൺമെന്റ് ആണ്. എല്ലാവരും അത്യാവശ്യം ടീച്ചേഴ്സ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആണ്, കുഴപ്പമില്ല, നല്ലതാണ്. നമ്മൾ എങ്ങനെയാണ് ഈ ബ്രില്യന്റിനെ പറ്റി അറിഞ്ഞത്? ബ്രില്യന്റ് ഞാൻ 10th പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റിനെ പറ്റി അറിഞ്ഞു. അങ്ങനെ റെസിഡൻഷ്യൽ ഉണ്ടായിരുന്നു, 2 years കോട്ടയത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇപ്പോ ഇങ്ങോട്ടേക്ക്. ബ്രില്യന്റിലേക്ക് എത്തിയ വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ബ്രില്യന്റിന്റെ ലക്ഷ്യം. നീറ്റ് 2026 വിജയയാത്രയിൽ ഓരോ വിദ്യാർത്ഥികൾക്കും ആവശ്യമായ പിന്തുണയും മാർഗനിർദ്ദേശവും നൽകി ബ്രില്യന്റ് എന്നും കൂടെ ഉണ്ടാവും. നിങ്ങളുടെ വിജയം അത് ബ്രില്യന്റിന്റെയും വിജയമാണ്. ഇനി ഒരു കാര്യം കൂടി, ഇന്ന് നിങ്ങൾ കണ്ടത് ബ്രില്യന്റിന്റെ അഡ്മിഷന്റെ തുടക്കമാണ്, ചെറിയൊരു തുടക്കം. ബ്രില്യന്റിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളുടെ ആരവം അതിനെ കാണാനും കേൾക്കാനും ഇരിക്കുന്നതേയുള്ളൂ. Brilliant Study Center, India's #1 coaching center for NEET and JEE.